ലച്ചു ലച്ചു, കുട്ടീനെ എണീറ്റില്ലേ? ഈശ്വര, ഇനി പനി വല്ലതും കൂടിക്കാണോ? പോയി വിളിക്കാം, അല്ലെങ്കിൽ ക്ഷീണം ഇനിയും കൂടും. ലച്ചു അംഗജ ജനക ദേവാനോ ഗജ ജനക ദേവവൃന്ദാവന സാരോ ലച്ചു, ഗുഡ് മോർണിംഗ് ചേച്ചി. നീ ഇതെവിടെ പോയോ? എവിടെ പോവാൻ? കോളേജിലോട്ട് പോകുന്നു. കോളേജിലോട്ടോ? പോൻ്റെ മോളെ, നിനക്ക് പനിയില്ലേ? കുറച്ച് ഇരുന്നല്ലേ പോണോ? ചേച്ചി, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അല്ലത്തെ പനി മാറിയിട്ട് പോകുന്നെന്നാ കോളേജിൽ പോകുമ്പോൾ എനിക്ക് ജന്മം നടക്കില്ല. അതുകൊണ്ട് 2 ദിവസം ഞാൻ തന്നെ പോവാം. എന്നാലും എൻ്റെ ചേച്ചി സാരമില്ല, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാനല്ലേ പറയുന്നേ, ടെൻഷനൊന്നും അടിക്കണ്ട. എന്തെങ്കിലും ഒരു വിഷമം തോന്നണമെങ്കിൽ എൻ്റെ ഫോണിട്ട് വിളിച്ചോ. നീ എന്നെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ മരിയെ വിളിച്ചാൽ മതി. ശരി ശരി, എന്നപ്പോൾ ഞാൻ പോവാണേ. ബൈ. കുഞ്ഞിനെ കഴിച്ചില്ല? കഴിച്ചോളാം. ലച്ചു, മരിയ, ലച്ചുസേ, നിന്റെ പനി എങ്ങനെയുണ്ടടി? കുഴപ്പമില്ലടി, കുറഞ്ഞു. എന്നെ വേദിച്ച് വിളിച്ചായിരുന്നു. നീ ഇവിടെ എത്തിയോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എത്തിയില്ലാന്ന്. നീ ഒരു മെസ്സേജ് അയച്ചാ കേട്ടോ. ശരി ശരി. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റൽ വാസം? എങ്ങനെ ഉണ്ടാവാൻ, നേരത്തെ പോലെ ഡോക്ടർ വരുന്നു, നോക്കുന്നു, ട്രിപ്പിടുന്നു, പോകുന്നു. എനിക്ക് ഇപ്പോഴത്തൊന്നും വലിയ പുത്തരിയല്ലാത്തതുപോലെ എനിക്ക് തോന്നുന്നു. അതേടി, പുത്തരിയല്ല. ഇപ്പൊ ട്രിപ്പ് കയറ്റുന്നത് ഇറക്കുന്നത് പോലും ഞാൻ അറിയാറില്ല. പനിയൊക്കെ മാറിയോടി? മാറിയേ. റെക്കോർഡ് അടിച്ച പനിയാ. നീ വന്നിട്ട് ഇപ്പൊ ഒരാഴ്ച. ഇതിനേക്കാളും വലിയ റെക്കോർഡൊക്കെ അടിച്ചവളാണ് ഈ രക്ഷ. കോളേജിലായോണ്ടാ ഇത്തരം ചെറിയ റെക്കോർഡ്. നീ നമ്മുടെ പുതിയ ജൂനിയേഴ്സിനെ കണ്ടോ? ഇല്ലില്ല, ഞാൻ ഒന്നിനും കണ്ടില്ല. ഇപ്പൊ നമ്മുടെ സെക്കൻഡ് ഇയേഴ്സാ, നമ്മുടെ തേർഡ് ഇയേഴ്സ്. ഒരാട്ടും വിളിക്കൂലാത്തവർ. നമ്മുടെ തേർഡ് ഇയേഴ്സ് തന്നെയായിരുന്നു ഏറ്റവും നല്ലത്. നിനക്കെന്താ പറ്റി? അവക്ക് വയ്യ. മരിയേ, എന്ന് ചെയ്തു മരിയ, ഞാൻ പോവാണേ. എനിക്ക് ഗീത മിസ്സിനെ ഒന്ന് കാണണം. ശരി ശരി, പോയിട്ട് വാ. എന്ത് പറ്റി എൻ്റെ ലച്ചുവിന്? പോ മരിയേ, നീ മിണ്ടല്ലേ? ഞാൻ മിണ്ടുന്നില്ലേ. അല്ല, എന്ത് പറയുന്നു നിന്റെ പ്രേമം? എന്ത് പറയാ? തുറന്നൊന്നും പറയാൻ പറ്റിയില്ല. അയമ്പ് പോയില്ലേ? എന്ത് കാര്യം ഇങ്ങനെയും ഉണ്ട് ഒരു പ്രേമം? പുള്ളി കോളേജിൽ നിന്ന് പോയി. ഇപ്പം നീ സെക്കൻഡ് ഇയറാ. പുള്ളി ഇപ്പം വേറെ ഏതെങ്കിലും കോളേജിൽ പോയിട്ട് വേറെ ഏതെങ്കിലും പെണ്ണിനെ വളയ്ക്കുന്നുണ്ടാവും. ശരി 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 ശരി, ഞാൻ നിന്നെ ഒന്നും പറയുന്നില്ല. ഐ എം സോ സോറി. എനിക്കിപ്പോഴാണ് ഇഷ്ടം. എന്നെങ്കിലും ഒരു ദിവസം നിന്റെ മാവും പൂക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? എന്താ, എനിക്ക് എന്നെ പറഞ്ഞൂടെ? പറഞ്ഞോ. കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു.
അതെ കുട്ടികളെ, കോളേജിൽ NSS NCC എന്ന് പറഞ്ഞ 2 ഘടകങ്ങളുടെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ NCCയിലേക്കുള്ള എൻറോൾമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേരാൻ ആഗ്രഹമുള്ള കുട്ടികൾ ഇപ്പോൾ തന്നെ വന്ന് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. മരിയേ, നീ ഇതിനടിയുള്ളത്? NSS. എനിക്ക് സാമൂഹ്യ സേവനം ചേരുള്ളൂ. NCCയിൽ എന്താ നീ പോവാത്തെ? കഷ്ടപ്പാടാടി. കഷ്ടപ്പടിച്ചിട്ട് കുറവുള്ളത് NSSലാണ്. അപ്പം ഞാൻ NSS കയറും. ഓഹോ, ശരി ശരി. അപ്പം NCCക്കോ? ഞാൻ പറഞ്ഞില്ലടി ഉള്ളേ, മൊത്തം കഷ്ടപ്പാടാ. ഓടണം, ചാടണം, പൂക്കെടുക്കണം, ഷൂട്ട് ചെയ്യണം, ഉരുളണം. നമുക്കൊന്നും പറ്റില്ല. ആഹാ, അപ്പം ഈ ഗ്രേസ് മാർക്ക് എങ്ങനെയായിരിക്കും? NSSന് ഇച്ചിരി കുറവായിരിക്കും. NCCക്കാണ് ഏറ്റവും കൂടുതൽ ഗ്രേസ് മാർക്ക് കിട്ടുന്നത്. ഏതാ നമുക്ക് NCC കയറാം. പോടി, എനിക്ക് കഷ്ടപ്പെടാനൊന്നും വയ്യ. സ്മൂത്തായിട്ട് എനിക്കെൻ്റെ പഠിത്തം കൊണ്ടുപോകണം. സ്മൂത്തായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് പോകണം ചെയ്യണം. അതുകൊണ്ട് ഞാൻ NSSനേ ഉള്ളൂ, നോ NCC. ശരി, ഞാൻ പോയി ചേരും. ഇടി, ഒരു വട്ടം കൂടെ ആലോചിച്ചിട്ട് ഒന്ന് പോവച്ചേ. ചേച്ചി, എനിക്ക് NCCയിൽ സെലക്ഷൻ കിട്ടി. അതുകൊണ്ട് എനിക്ക് നാളെ മുതൽ ബലം, പാല്, മുട്ട ഇതെല്ലാം വേണം. സമയത്തിന് ആഹാരം കഴിയാത്ത നീ എന്ത് കഴിച്ചിട്ടും കാര്യമില്ല എൻ്റെ പൊന്നു തെച്ചു. കഴിച്ചോളാം. മറ്റന്നാൾ പരിപാടി തുടങ്ങുക. NCCയിലൊക്കെ കയറി അവസാനം തലകറങ്ങി ഇങ്ങോട്ട് വന്നാൽ ഞാൻ ആശുപത്രിയിലോട്ടൊന്നും കൊണ്ടുപോകില്ല. ഇപ്പോഴേ പറഞ്ഞേക്കാം. വേണ്ട, അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടർ വീട്ടിലുള്ളപ്പോൾ എന്തിനാ വെറുതെ ആശുപത്രിയിലൊക്കെ പോയി സമയം കളയണേ? അതിന് ഞാനൊരു ഗൈനക്കോളജിസ്റ്റ് ആടി. അതൊക്കെ മതി. അയ്യോ, ഇതെന്താ ഒരു ബസ് പോലും വരാത്തെ? എത്ര നേരമായി? സാധാരണയുള്ള ബസ്സും കാണുന്നില്ലല്ലോ. തെച്ചു, നീ ഇതുവരെ പോയില്ലേ? അല്ല, ഇതെന്താ ഓട്ടോയിലൊക്കെ? ഒന്നും പറയണ്ടടി, എൻ്റെ വണ്ടി കേടായി, അതുകൊണ്ട് ഓട്ടോ വിളിച്ചതാ. നീ വാ, നമുക്ക് ഒരുമിച്ച് പോവാം. ഇപ്പൊ തന്നെ നല്ലോണം താമസിച്ചു. ഓക്കെ. തെച്ചു, പരീക്ഷ ട്രെയിനിങ് തുടങ്ങിയടി. ഇന്ന് അവർ നമ്മളെ വറുത്തു പോരും. ആദ്യത്തെ ദിവസം തന്നെ കുളമായാലും എൻ്റെ ഭഗവാനെ. ഇപ്പം നമുക്ക് അവിടെയൊക്കെ ചെല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ. നീ വാ, നമുക്ക് വരുന്നവിടെ വെച്ച് കാണാം. എന്താ അത് താമസം? അത് വണ്ടി കിട്ടില്ല സീനിയർ. വണ്ടി കിട്ടിയില്ലെങ്കിൽ വേറെ വണ്ടിക്ക് വരണം. വേറെ വണ്ടിക്ക് തന്നെ വന്നു സീനിയർ. ഓഹോ, ഫസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ട് പറയാം. 2 വാർത്തകളല്ലോ, അത് വരണ്ട. ഏതായാലും 1 മണിക്കൂർ താമസിച്ചു. ഒരു 1/2 മണിക്കൂർ കൂടെ താമസിച്ചു ആരൊന്നും പറയാൻ പോകില്ല. ചേച്ചി പ്ലീസ്, ഇതിനി ഓർത്തിക്കില്ല. അങ്ങനെ അവിടെ ഇരിക്കുന്ന അവിടെ പോയി ചോദിക്കും. അവ സമ്മതിച്ചാൽ അകത്തേക്ക് പോയിക്കാം. ഇവർ 2 പേരാണ് മിസ്സായത്. ഇവിടെ എന്ത് ചെയ്യണം? പുറത്തേക്ക് തന്നെ നിർത്തണം. ഇത് കയറ്റണം. പ്രത്യേകിച്ച് ആ ഒരു പണിഷ്മെന്റ് പോലും ഇല്ലാതെ എങ്ങനെ? ഇത് ഫസ്റ്റ് ഡേ അല്ലേ, ഈ ഒരു ക്ഷണിച്ചാറേ അവരകത്ത് കടത്തി വിട്ടേക്ക്. അവർക്ക് എന്തെങ്കിലും നോക്കുന്ന പണിഷ്മെന്റ് കൊടുക്കാറിയോ? എന്തിന്? പിന്നീട് ആവർത്തിച്ചാലോ? അതിന് ആവർത്തിച്ചിട്ടല്ലേ, അപ്പൊ നോക്കാം. ഇപ്പൊ വിട്ടാറേ. എന്താ ചേച്ചി, നീ 2 ദിവസം റെസ്റ്റിലാണെന്ന് പറഞ്ഞല്ലോ ചേച്ചി? കഴിഞ്ഞ ദിവസം പരേഡ് ചെയ്തോണ്ടിരുന്നപ്പോൾ തലറങ്ങി വീണു. ഓടിക്കൊണ്ടിരുന്ന സമയത്ത് വേണൂർ വന്ന് കാലൊന്നും മറന്നു. ആരൊക്കെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പോലും എനിക്കറിയില്ല. 2 ദിവസം റെസ്റ്റ് പറഞ്ഞു. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞത് അനുസരിച്ച് നമുക്ക് പറ്റുന്ന പണിയില്ലെന്ന്. അപ്പം എന്ന് കേൾക്കാതെ പോയതല്ലേ? അത് കേട്ടാൽ മതിയായിരുന്നു. ഇനി പറഞ്ഞിട്ടില്ല, എന്ത് ചെയ്യാൻ പോവാ? ഞാൻ എന്ത് മാറാൻ പോവാ? നല്ല തീരുമാനം. ചേട്ടാ, എനിക്ക് NCCയിൽ നിന്ന് മാറണം. അതിന് വന്നയാ. എനിക്ക് വയ്യാണ്ടായി. ശരി, അതവിടെ ചെയ്തോ. ഓക്കെ, താങ്ക്സ്. ഗുഡ് ആഫ്റ്റർനൂൺ സീനിയർ. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. Say something please. Senior, I want to quit. Why? Health issue.
Name and full, please. ദക്ഷ വിശ്വനാഥ്. എന്താടാ? Nothing. She won't quit. തനിക്കിപ്പോ എങ്ങനെയുണ്ടോ? Take rest. Hey, Daksha. Yesterday you forgot your AirPods in my table. ഓ താങ്ക്സ്. തനിക്കിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ ഓക്കെയാണ്. Take care. Bye. ഹൈഡി എന്ത് ഇപ്പൊ ക്രിട്ടിക് ചെയ്യുന്നുണ്ടായിരുന്നു തോന്നുന്നുണ്ട് ചെറുതായിട്ട്. പക്ഷേ നീ ഏത് ലോകത്താ? എന്നാലും ഒന്ന് പറയാൻ പോലും പറ്റിയല്ലോ. അതെന്റെ കുറ്റ വേറെ ഒന്ന് മോങ്ങുന്നുണ്ടല്ലോ. ഒന്ന് കൂടി അയ്യോ എന്താ കുരിശ് വരുന്നുണ്ടടാ. അയ്യോ അയ്യോ ആരുടെയെങ്കിലും ഓർമ്മക്കണ്ടോ? അയ്യോ എന്റെ നോട്ടാണ് കയ്യിലില്ല. രണ്ട് പേരുണ്ടോടാ? കാൽക്കുലേറ്റർ എവിടെ? എല്ലാരും ആരോട്ടും കയറി പോയിരിക്കടാ. അയ്യോ ഇവിടെ മാത്രം മാറി നിന്നില്ല അങ്ങോട്ട്. എത്തി എല്ലാരും പങ്കെടുക്കാം. ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാവരും ബുക്കൊക്കെ എടുക്കുക. Nimda, Dozras tell me, har tabush crack oikinim bomla, mohino zuku, lohakwe. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ കുട്ടികളെ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ മൊഡ്യൂളും ഇവിടെ തീർത്തിരിക്കുകയാണ്. രണ്ടാമത്തെ മൊഡ്യൂൾ തീർത്തുന്നോ? ഇതൊക്കെ അപ്പാ ശരി, രണ്ടാമത്തെ മൊഡ്യൂൾ തീർത്തു. അപ്പോൾ അടുത്ത ആഴ്ച നിങ്ങൾക്ക് സിമ്പിൾ ടെസ്റ്റ് ഉണ്ടായിരിക്കും. എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് വരിക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നിനക്കറിയില്ലേ, നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കും. ഇതൊക്കെ നിസ്സാരം 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 ഇങ്ങനെ കാര്യം എന്നെ കൊണ്ട് കരയോടി. എന്നിട്ട് ക്ലാസ് കിട്ടിയെന്ന് പറയാം. എനിക്ക് ഇതുവരെ ക്ലാസ് കിട്ടിയിട്ടുള്ളീ. നീ എന്റെ കൂടെ വന്നേ. എന്താ നീ ഇങ്ങോട്ട് പോവാ? അതൊക്കെയുണ്ട്, നീ വാ. ഇന്റർവെല്ലിന് ബെല്ലടിച്ച് ബാത്റൂം പോലും പോവാതെ പുസ്തകം വായിച്ചോണ്ടിരുന്നോളാം. ഇപ്പൊ നീ ഇങ്ങോട്ട് പോവാ ലൈബ്രറി. നീ അമ്മൂനെ വിളിച്ചിട്ട് പോ. അതിന് അമ്മ വന്നിട്ട് കാര്യമൊന്നുമില്ല. അതെന്ത് കാര്യം? നീ വന്നേ, ആടി വീട്. അല്ല, നീ എന്തിനാ ഈ സ്റ്റോറി സെഷനിലോട്ട് വന്നത്? സാധാരണ നീ ഇവിടുന്ന് വരാതാണല്ലോ. നീ അവിടെ പോയി നിർമ്മാണങ്ങൾ പൂക്കുന്ന കാലം ആ ഒരു ബുക്ക് എടുത്തോ. അപ്പൊ ഞാൻ ഓൾറെഡി വായിച്ചു തീർന്നല്ലോ. നീ ഇപ്പൊ വായിക്കുന്നുണ്ടോ? ഞാനല്ല, വേറൊരാള്. പരിയൊക്കെ എന്തൊരു ഇപ്പോ ലവ് സ്റ്റോറിയൊക്കെ നിന്ന് കഥാപ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കാതെ പോയി എടുത്തിട്ട് വാ. നിനക്ക് പോയിട്ടെന്താ? ഇതൊക്കെ നിനക്ക് സാവധാനം മനസ്സിലാവും. നീ എടുത്തിട്ട് വാ. ഓക്കെ. Excuse me.